അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഷാമിൽ വന്നത് അതാ അവിടുത്തെ കാവൽക്കാരൻ വന്ന് പറയുന്നു. അത് ഷാമിൽ കരഞ്ഞു തളർന്നിരുന്ന ഉമ്മുൽ ഖൈർ ഇടയ്ക്കിടെ തൻ്റെ ഭർത്താവിൻ്റെ പീഡനങ്ങൾ എവിടെയാടി നീ അവളെ കൊണ്ടുപോയി ഒളിപ്പിച്ചത്? ഷാമിലിൻ്റെ കൂടെ നീ അങ്ങ് പറഞ്ഞയച്ചു അല്ലേ? നല്ല രീതിയിൽ അവസരം നീ ഒരുക്കി കൊടുത്തല്ലോ. അത്രക്കും വിലപിടിപ്പുള്ള അജുവ ഈത്തപ്പഴത്തിൻ്റെ ലോഡ്, നല്ലൊരു കിളി പോലുള്ള പെണ്ണ്, എല്ലാം നീ അവന് വേണ്ടി കൊടുത്തു അല്ലേ? ഇല്ല, ഒരിക്കലുമില്ല. ഞാനങ്ങനെ ഒരിക്കലും അവനങ്ങനെ ചെയ്യില്ല. ചെയ്യില്ല? രണ്ടുപേരും കൂടി കൂട്ടുകൂടിയിട്ട് എന്നെ പുറത്താക്കാനുള്ള പരിപാടിയായിരുന്നു എന്ന് പറഞ്ഞ് ബീവിയെ അത്യധികം അദ്ദേഹം ഉപദ്രവിക്കുകയായിരുന്നു. വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അവർ പടച്ചറബിനോട് ദുആ ചെയ്തു. അല്ലാ, ഷാമിൽ എന്നെ ചതിക്കില്ല, എനിക്ക് നന്നായിട്ടറിയാം. ഷാമിൽ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളല്ല. എനിക്ക് ചെറുപ്പം മുതലുള്ള പരിചയമാണ്. അതെ, ഞാൻ എത്രയോ തവണ ഷാമിലിന് എൻ്റെ കൈകൾ കൊണ്ട് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചോറിന് അവൻ നന്ദി കാണിക്കാതിരിക്കില്ല. ഷാമിൽ അത്തരക്കാരനല്ല. എൻ്റെ പ്രിയപ്പെട്ട പൊന്നു മോനെ പോലെയാണ് ഷാമിൽ. അതെ, എനിക്ക് എൻ്റെ ഒരു ബ്രദറിനെ പോലെ, എൻ്റെ മോനെ പോലെ അത്രക്കും സ്നേഹത്തിലാണ്. എനിക്കവന് 100% വിശ്വാസമാണ്. അതുകൊണ്ടല്ലേ ഹംദിയെ അവൻ്റെ കൂടെ ഞാൻ പറഞ്ഞയച്ചത്. അല്ലെങ്കിൽ എങ്ങനെ? ഡീ, നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? എനിക്ക് വേണ്ട പെണ്ണിന് നീ ഷാമിലിന് വേണ്ടി കൊടുത്തു. ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ അങ്ങനെ ചെയ്യുന്നവളല്ല. ഒരിക്കലും അവൻ അങ്ങനെയും ചെയ്യില്ല. എന്നാൽ നിരന്തരം പീഡനം അനുഭവിക്കുകയായിരുന്നു അവിടുത്തെ ഉമ്മുൽ ഖൈർ. അതേ, തൻ്റെ ഭർത്താവായതുകൊണ്ട് തന്നെ ഒരാൾക്കും അതിൽ ഇടപെടാനും പറ്റില്ല. എന്നാൽ ഷാമിൽ എത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദി പറയുകയായിരുന്നു. വരാൻ പറയൂ ഷാമിലിനോട്. അങ്ങനെ അതാ ഷാമിൽ അങ്ങോട്ട് കടന്നു വരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഷാമിൽ പറഞ്ഞു, അസ്സലാമു അലൈക്കും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മി. ഞാൻ മോനെ കരയണ്ട, കരയാതെ കാര്യം പറയൂ. അതെ, ഷാമിലിന് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വിങ്ങിപ്പൊട്ടിയിട്ട് മോൻ കരയാതെ കാര്യം പറയൂ. എന്ത് ആണെങ്കിലും, ദുഃഖമാണെങ്കിലും വിഷമമാണെങ്കിലും ദാ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. അതിനു വേണ്ടി എൻ്റെ മനസ്സ് ഒരുങ്ങിക്കഴിഞ്ഞു മോനെ. പറഞ്ഞോളൂ, എവിടെയായിരുന്നു എൻ്റെ ഷാമിൽ? ഇതുവരെ ഈ ഉമ്മയോട് പറയണം, പൊന്നുമോൻ പറയണം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, എനിക്ക് അങ്ങ് നൽകിയ സ്നേഹവും കരുണയും വെച്ച് നോക്കുമ്പോൾ അതെ, ഒരുപാട് പട്ടിണിയിൽ നിന്നാണ് ഞാനിവിടെ എത്തിയത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളാണ് എന്നെ സ്നേഹിച്ചതും എന്നെ സ്വീകരിച്ചതും. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഒരിക്കലും ചതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല മോനെ ഷാമിൽ, എന്തൊക്കെ തന്നെയായാലും കാര്യങ്ങൾ പറയൂ. അതെ, ഞാൻ നിന്നെ വിശ്വസിച്ചേൽപ്പിച്ച ആ അമാനത്ത് സ്വത്തെവിടെ? അതെ, അജ്മലിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ആ പൊന്നുമോൾ അത്രക്കും എന്നോട് കരഞ്ഞു പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ ഏൽപ്പിച്ചത്. അതെ, അവളുടെ ജീവിതം നടക്കട്ടെ, അവളുടെ ഇഷ്ടപ്പെട്ട ജീവിതത്തിലേക്ക് അവൾ കടന്നു പോകട്ടെ എന്ന് കരുതിയിട്ട് നീ അത് മോനെ പറഞ്ഞോളൂ. എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. ഒരിക്കൽ പോലും നിന്നെ ഞാൻ ചീത്ത പറയില്ല, ഉപദ്രവിക്കില്ല. മോൻ ധൈര്യമായി പറഞ്ഞോളൂ. പെട്ടെന്നതാ അറബി അങ്ങോട്ട് കുതിച്ചു ചാടി വരുന്നു. വന്നുവല്ലേ, എല്ലാം കട്ടുമുടിച്ച് എൻ്റെ പെണ്ണിനെയും കൊണ്ട് അവൻ പോയല്ലേ? ഡാ, നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ആ ഒരു വാളെടുത്ത് നേരെ ഷാമിലിന് നേരെ കൈ വീശുകയാണ്. നോ, അല്ലാ എന്ന് പറഞ്ഞ് ഉമ്മുൽ ഖൈർ അത് തടുക്കുവാൻ വേണ്ടി വന്നപ്പോഴേക്കും അയാളുടെ കൈകളിൽ നിന്ന് ആ വാള് താഴേക്ക് വീണു. അതെ, തനിക്ക് എന്ത് സംഭവിച്ചു? കൈയിൻ്റെ ബലം കുറഞ്ഞ പോലെ. ഒരു നിമിഷം ഉമ്മുൽ ഖൈറിൻ്റെ ദുആ കൊണ്ടായിരിക്കാം അതൊക്കെ. കാരണം പലതവണ ഉമ്മുൽ ഖൈറിനെ ഉപദ്രവിക്കാൻ വന്നതാണ്. എന്നെ കൊന്നാലും നിങ്ങൾ ഷാമിലിനെ കൊല്ലാൻ പാടില്ല. എന്നെ കൊന്നോളൂ, എനിക്ക് അള്ളാഹു ഷഹീദിൻ്റെ കൂലി നൽകിക്കോളും. എടീ, എൻ്റെ സുഖം ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് നീയും അവനും ഒത്തത് അല്ലേ? എനിക്കൊരു പെണ്ണിനെ തന്നപ്പോൾ നിങ്ങൾ ദയവായി അത് പറയരുത്. ഒരിക്കലും അത് നിങ്ങളുടെ പെണ്ണല്ല. ആ പെണ്ണിന് ഒരു അവകാശമുണ്ട്. ആ അവകാശിയുടെ അരികിലെത്തണം.
അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. ഓഹോ, അപ്പോൾ എല്ലാം കണ്ടറിഞ്ഞുകൊണ്ടുള്ള പ്ലാനിങ് ആയിരുന്നു അല്ലേ? അല്ലാതെ പിന്നെന്താ? നിങ്ങളെപ്പോലുള്ള ഒരു ഭർത്താവിന് അവൾക്ക് ആവശ്യമില്ലെന്ന് അവൾ എന്നോട് പറഞ്ഞു. അവൾക്ക് വേറൊരാളുണ്ടത്രേ. പിന്നെ നിങ്ങളോട് ഞാനിപ്പോൾ ഇത്രമാത്രം ഇതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഡീ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതാ അറബി നേരെ ഉമ്മുൽ ഖൈറിന്റെ നേരെ ഓടിച്ചാടി വരുന്നു. എന്നാൽ ഷാമിൽ പെട്ടെന്ന് അല്ലാ എന്ന് വിളിച്ചപ്പോഴേക്കും അയാളുടെ കൈകൾ തളർന്നു പോയി. റബ്ബേ, ഇതെന്ത്? അതെ, ബീവി അത്രക്കും രാത്രി നിസ്കരിച്ച് ദ്വാ ചെയ്യുന്ന പെണ്ണാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ആ ഒരു ശക്തി, അതെ, അത് അങ്ങോട്ട് വരികയാണ്. അവരൊന്ന് ദ്വാ ചെയ്യുമ്പോഴേക്കും പടച്ച റബ്ബ് അത് തടുക്കുകയാണ് ചെയ്യുന്നത്. അയാൾ പൂർവ്വസ്ഥിതിയിൽ അതാ തിരിച്ചങ്ങോട്ട് പോവുകയും ചെയ്തു. യാ അല്ലാ, ഷാമിൽ മോനെ പറയണം, എനിക്ക് എല്ലാം അറിയണം, എനിക്ക് ആഗ്രഹമുണ്ട്. എന്തായി? ഞാൻ നിന്നെ അജ്മലിനെ ഏൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു പെണ്ണിനെ തന്നിരുന്നല്ലോ, അതൊക്കെ എന്തായി? നീ ഒന്ന് വിളിക്കുക പോലും ചെയ്യാനിട്ട് പൊന്നുമോനെ, ഞാനാകെ ടെൻഷനായി ബേജാറായി പോയി. അതെ, ആ പെണ്ണും ഉണ്ടായാൽ പോയല്ലോ റബ്ബേ. എൻ്റെ പ്രിയപ്പെട്ടു, നിങ്ങൾ ക്ഷമിക്കണം. എന്താ മോനെ, എന്ത് പറ്റി? ഹംദക്ക് എന്ത് പറ്റി? അവളെ ഞാൻ എത്രമാത്രം സുരക്ഷിതമായി ഇവിടെ വെച്ചതായിരുന്നു. അവൾ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അജ്മലിൻ്റെ അരികിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ടല്ലേ പൊന്നുമോനെ നിന്നോട് ഞാൻ പറഞ്ഞത്. ഉമ്മ കരയാതിരിക്കൂ, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. മോനെ പറയൂ. കണ്ണീര് തുടച്ചുകൊണ്ട് അതാ അവർ ഉമ്മുൽ ഖൈർ അത് കേൾക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു. ഉമ്മ, ഞങ്ങൾ മരുഭൂമിയിൽ അകപ്പെട്ടു പോയി ഉമ്മ. ഞങ്ങളെ കൊള്ളക്കാർ കൊള്ളയടിച്ചു പോയി. അതെ, എല്ലാ ചരക്കും സാധനങ്ങളും എല്ലാം പോയിക്കോട്ടെ, പക്ഷെ ഹംദ, അവളെയും. ഷാമിൽ, ഞാൻ എന്തേ കേൾക്കുന്നത്? അവർ പൊട്ടിക്കരഞ്ഞു. ഇല്ല ഉമ്മ, കരയാതിരിക്കൂ, ഒരിക്കൽ പോലും അങ്ങനെയല്ല. അതെ, രക്ഷപ്പെട്ടു അവൾ. ആരുടെയൊക്കെയോ ആരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട്, പടച്ച റബ്ബിൻ്റെ കാവൽ കൊണ്ട് രക്ഷപ്പെട്ടു. മോനെ, എൻ്റെ പൊന്നും മോനെ, സത്യമാണോ? എന്നിട്ട് ഉമ്മ ഒരുപാട് അങ്ങനെ അനുഭവിച്ചു. വഴിയിലുണ്ടായ കഥകളും വഴിയിലുണ്ടായിരുന്ന ആ ഒരു മസ്രയിൽ പോയതും വെള്ളത്തിന് ദാഹിച്ചതും അങ്ങനെ എല്ലാ കഥകളും പറഞ്ഞപ്പോൾ ഉമ്മുൽ ഖൈറിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. മക്കളെ, എൻ്റെ കുട്ടികൾ ഒരുപാട് ബുദ്ധിമുട്ടായില്ലേ അല്ലാ. അല്ലാതെ വഴിയില്ല മോനെ. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അറബി ആ പെൺകുട്ടിയെ ശരിയാക്കും. പിന്നെ പൊന്നുമോനെ, ആ പെൺകുട്ടിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു ആ ഒരു കാര്യത്തിൽ. കാരണം ആ ഒരു പെൺകുട്ടി പറഞ്ഞത് എന്നെ ദയവായി രക്ഷിക്കണം എന്നായിരുന്നു. അങ്ങനെയാണ് ഷാമിൽ നിന്നോട് ഞാനിതെല്ലാം പറഞ്ഞത്. അതെ, എനിക്ക് നിന്നെ വിശ്വാസമാണ്. പക്ഷേ പൊന്നുമോനെ, നിങ്ങളെ കാണുന്നില്ല. ഞാൻ കുറേ വിളിച്ചു നോക്കി, വിളിച്ചിട്ട് ഫോണും ഒന്നുമില്ലാത്ത അവസ്ഥയായപ്പോൾ പൊന്നുമോനെ ഞാൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു പോയി. എങ്കിലും ഞാൻ ദുആ ചെയ്തു, അല്ലാ, എന്നോട് ഇതുവരെയായിട്ട് ആ പൊന്നുമോൻ ഒരു നെറുകേടും കാണിച്ചിട്ടില്ല. എന്നോട് നല്ല രീതിയിൽ സ്നേഹത്തിൽ പെരുമാറിയിരുന്ന പൊന്നുമോനാണ്. അള്ളാഹുവേ, എന്താണ് ഇതിൻ്റെ പിന്നെന്ന് നിനക്കറിയാം. നീ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ്. പക്ഷേ പ്രയാസങ്ങളിലേക്ക് കൊടുക്കല്ലേ അല്ലാ. അതായിരുന്നു പൊന്നുമോനെ ഞാൻ എപ്പോഴും ദുആ ചെയ്തിരുന്നത്. ശരിക്കും ഉമ്മുൽ ഖൈർ പറഞ്ഞു, മോനെ, ഹംദ എവിടെ? അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇല്ലമ്മ, അവൾ സുരക്ഷിതമായൊരു സ്ഥലത്താണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. മോനെ, അജ്മലിനെ കണ്ടുമുട്ടിയോ? അജ്മലിനെ കണ്ടുമുട്ടിയോ? എൻ്റെ പ്രിയപ്പെട്ട ഹംദ മോൾക്ക് അവളുടെ പ്രിയപ്പെട്ട ആളുടെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവോ? ഹംദയെ കണ്ടുമുട്ടിയോ? ഒരു നിമിഷം അവൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ. അജ്മൽ എന്നുള്ള വിളിച്ചപ്പോഴേക്കും സുന്ദരനായ ഒരു യുവാവ് നടന്നു വരുന്നു. ഒരു നിമിഷം ബീവി തൻ്റെ മുഖം ഒന്നുകൂടി ശരിക്കും മറച്ചു. ഷാമിൽ, അതെ ഉമ്മ, അജ്മലാണ് ഈ കടന്നു വരുന്നത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അജ്മൽ. ബീവി കരയുകയാണ്. കരയണ്ട, ഞാൻ നിങ്ങളുടെ സംഭാഷണങ്ങളെല്ലാം കേട്ടു. മോനെ, എനിക്ക് അത്രയ്ക്ക് വിശ്വസ്തനായ ആളായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ഷാമിൽ. അതെ, ഒരു ദിവസം അങ്ങനെയുള്ള സംഭവങ്ങൾ അറിഞ്ഞപ്പോൾ അതെ ഫോണിലേക്ക് വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. എൻ്റെ അറബി ഒരുപാട് ഉപദ്രവിച്ചു. നീയായിട്ടാണ് അവരെ പറഞ്ഞയച്ചത് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എനിക്ക് വിഷമമുണ്ടായിരുന്നില്ല.
എല്ലാം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ആ പെൺകുട്ടിക്ക് യാതൊരു രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവരുതേ എന്ന് മാത്രമായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. മോനെ അജ്മൽ, നിന്നെ കണ്ടോ അവള്? ഉമ്മ, അതെ, എന്നെ കണ്ടു, ഞങ്ങൾ കണ്ടു. പക്ഷെ വലിയൊരു പ്രശ്നത്തിലാണ് ഞങ്ങൾ. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പരിഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. എന്നാൽ പെട്ടെന്ന് തന്നെ അജ്മലതാ, ബീവി, നിങ്ങളുടെ അജ്വ ഈത്തപ്പഴത്തിൻ്റെ ക്യാഷ് അത് തരുവാൻ വേണ്ടി കൂടിയാണ് ഞാൻ വന്നത്. അതെ, എൻ്റെ അറബിയുടെ ഗോഡൗണിലേക്കാണ് അത് വന്നത്. മോനെ വേണ്ട, അത് എത്രയെത്ര കോടിക്കണക്കിന് രൂപയുടെ സ്വത്താണെങ്കിൽ പോലും എനിക്ക് വേണ്ട. കാരണം എനിക്ക് എൻ്റെ ഹംദ രക്ഷപ്പെട്ടല്ലോ, അത് മതി. ഒരുപാട് നേർച്ചകളുണ്ട് പൊന്നു മോനെ. ആ പണം അതാ തിരികെ നൽകുവാൻ വേണ്ടി അജ്മൽ ഒരുങ്ങുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ബീവി, നിങ്ങൾ എത്രയൊക്കെ തന്നെയാലും പറഞ്ഞോളൂ, നിങ്ങളുടെ കറക്റ്റ് പൈസ ഞാൻ തന്നിരിക്കും. പൊന്നു മോനെ, ഒരിക്കലും വേണ്ട, അതൊരിക്കലും എനിക്ക് തരരുത്. അത് എൻ്റെ വകയായിട്ട് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഷാമിലും അജ്മലും കൂടെ വീതിച്ചെടുത്തോളൂ. അല്ലോ, അത് വേണ്ട, കാരണം അത് അത്രക്കും വലിയൊരു സംഖ്യ ഉണ്ടാകും. പൊന്നു മോനെ, ഞാൻ ഇഷ്ടപ്പെട്ട് തരികയാണ്, നിങ്ങളത് രണ്ടുപേരും ഷെയർ ചെയ്തെടുത്തോളൂ. ഉമ്മുൽ ഖൈർ നൽകിയ ആ ഒരു പണത്തിൻ്റെ അത് വേണ്ട, ഇതല്പം മൂല്യം കൂടിയതാണ്, അതുകൊണ്ട് അല്ല, എൻ്റെ സന്തോഷമാണ് രണ്ടു പേർക്കും കൂടി തരുന്നതിൻ്റെ കാരണം. ഒന്ന്, എൻ്റെ ഷാമിൽ ഹംദയെ ഇതുവരെ സംരക്ഷിച്ചതാണ് ഷാമിൽ. എന്നാൽ എൻ്റെ അജ്മൽ അതെ, ഹംദയ്ക്ക് വേണ്ടി ഇതുവരെ കാത്തിരുന്ന ആളാണ്. അതുകൊണ്ട് രണ്ടു പേർക്കും തുല്യമായി നിങ്ങളതെടുക്കണം. അതായിരുന്നു അവരുടെ ആവശ്യം. അവർ രണ്ടുപേരും ഒരു നിമിഷം സന്തോഷിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മുൽ ഖൈർ, നിങ്ങൾ എന്നോട് പൊറുക്കണം കേട്ടോ. എൻ്റെ ഭാഗത്തുനിന്ന് വന്ന എനിക്കൊരു വിവരം അറിയിക്കാൻ പോലും ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, കൊടും മരുഭൂമിയിൽ ഞങ്ങൾ അകപ്പെട്ടു. അതെ, പിന്നീട് ഒരു ഫോണോ ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം അവർ കൊണ്ടുപോയി. പൊന്നുമോനെ, ഞാൻ എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു, റഹ്മാനെ അവരെ നീ ബുദ്ധിമുട്ടാക്കല്ല അല്ലാ. എവിടെ എങ്ങനെയൊക്കെ തന്നെ ആണെങ്കിലും റഹ്മാനെ അവർക്ക് നീ കാരുണ്യം, നിൻ്റെ കാരുണ്യത്തിൻ്റെ കരുണാ കടാക്ഷം ചൊരിയണേ അല്ലാ എന്നത് മാത്രമായിരുന്നു ഞാൻ ദുആ ചെയ്തിരുന്നത്. സത്യമായിട്ടും അവർക്കുള്ള ഫുഡും കാര്യങ്ങളുമെല്ലാം ഒരുക്കുവാൻ വേണ്ടി അപ്പോഴേക്കും സെർവൻസിനോട് അവർ ഏൽപ്പിച്ചിരുന്നു. മക്കളെ, എൻ്റെ പൊന്നു മക്കളെ, എന്നാൽ രണ്ടുപേരെയും കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അജ്മൽ, എന്താ പ്ലാന്? ബീവി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് എനിക്ക് എൻ്റെ ഒരു അറബിയുമുണ്ട്, അവിടെ ഒന്ന് പോയിട്ട് കാണണം, കാര്യങ്ങളെല്ലാം പറയണം. ഓ, അങ്ങനെയാണല്ലേ, അത് തന്നെയാണ് മോനെ നല്ലത്. കാരണം എല്ലാവരോടും അനുഗ്രഹം ചോദിക്കുക എന്നുള്ളത് അത് വലിയൊരു സന്തോഷം തന്നെയാണ്. മോനെ, തൽക്കാലം ഇന്ന് പോകണ്ട, ഇന്നിവിടെ തങ്ങണം, എൻ്റെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ ഏതാ അവരുടെ ആ ഒരു കൊട്ടാരത്തിൽ രണ്ടുപേർക്കും നല്ല റൂം നൽകുന്നു. മക്കളെ, നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഒരു നിമിഷം അതാ അജ്മൽ വിചാരിച്ചു, അറബിയുമ്മയുടെ അരികിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം കാര്യങ്ങൾ പെട്ടെന്നാക്കാമല്ലോ. പക്ഷേ ഉമ്മുൽ ഖൈർ, മക്കളെ, നിങ്ങൾ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ചതാണ്, അതുകൊണ്ട് തന്നെ നാളെ പുലർച്ചെ ഇവിടെ നിന്ന് പുറപ്പെടാം. എന്താ, പറ്റില്ലേ? അതേ, സ്നേഹനിധിയായ ആ ഉമ്മയുടെ വാക്കുകൾ കേട്ട് അവർക്ക് എതിർത്ത് പറയാനായില്ല. അവർക്ക് അത്യധികം സൗകര്യങ്ങളോട് കൂടിയ വലിയ റൂമായിരുന്നു നൽകിയിരുന്നത്. ഒരു നിമിഷം ഷാമിലിനോട് പറയുകയാണ് ഉമ്മുൽ ഖൈർ, മോനെ ഷാമിൽ, എന്താണെന്നറിയില്ല, പല പല ദുരന്തങ്ങളും അടുത്തുകൂടെ കടന്നു പോകുമ്പോഴും അള്ളാഹുവിൻ്റെ കാവൽ കൊണ്ട് എന്തൊക്കെയോ സംഭവിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഹംദ രക്ഷപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. എന്തൊക്കെ തന്നെയാലും അജ്മലും ഹംദയും തമ്മിലുള്ള നിക്കാഹ് ഷാമിൽ വേഗമൊന്ന് നടത്തിക്കൂടെ? അതല്ലേ നല്ലത്. അവർ ഒരുപാട് വേദനിച്ച് അവിടെയും ഇവിടെയും കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും അവർക്ക് നല്ലൊരു ജീവിതം കൊടുത്തൂടെ? ഇൻഷാ അല്ലാഹ്, തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മുൽ ഖൈർ, അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഒരുങ്ങി പുറപ്പെട്ടത്. അതിനു മുമ്പായിട്ട് അറബി ഉമ്മയെ ഒന്ന് കാണണം. മോനെ, അറബി ഉമ്മയെക്കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. അതെ, വളരെയധികം നല്ലൊരു സ്ത്രീയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ അങ്ങോട്ടാണോ പോകുന്നത്? എന്തൊക്കെ തന്നെയാലും എൻ്റെ മനസ്സ് തെളിഞ്ഞിട്ടോ. മോനെ
ഷാമിൽ നിന്നെ തെറ്റിദ്ധരിച്ചതൊക്കെ നീ പുറത്തു തരണം. കാരണം ഇവിടുത്തെ അറബിയുടെ ആ ഒരു പീഡനം കൊണ്ടൊക്കെയാണ് ഞാൻ അങ്ങനെ പിടിച്ചു നിന്നത്. പൊന്നു മോനെ എന്തായാലും കാണാനായി. ഷാമിൽ അതൊക്കെ ഓർത്തു. എന്നാൽ അജ്മൽ നാളെ പോകണം അറബിയമ്മയുടെ അരികിൽ. കാര്യങ്ങളെല്ലാം വ്യക്തമായി പറയണം. അതെ, സത്യമായിട്ടും. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.